ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 10-ാം സ്കന്ധം, പരമശ്രേയസ്, അധ്യായം 14, ബ്രഹ്മസ്തുതി, ശ്ലോകങ്ങൾ 58, 59, 60, 61. അവസാനത്തെ 4 ശ്ലോകം. ശ്ലോകം 58. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുധിർവത്സപദം പരം പദം 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 യദ്വിപദാം ന തേഷാം. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുധിർവത്സപദം പരം പദം 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 യദ്വിപദാം ന തേഷാം. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുധിർവത്സപദം പരം പദം 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 യദ്വിപദാം ന തേഷാം. വസുപുഷ്പവും സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുധിർവർഷപദം പരം പദം 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 യദ്വിപദം ന തേഷാം. അതാണ് പദാർത്ഥം. സമാശ്രിത അഭയം പ്രാപിച്ചിട്ട് ഏതൊരുവൻ പദപല്ലവപ്ലവം പൂമുട്ടുകൾ പോലുള്ള പദങ്ങളാകുന്ന തോണിയെ മഹത് ഭൗതിക സൃഷ്ടിയുടെ മുഴുവൻ അല്ലെങ്കിൽ മഹാത്മാക്കളുടെ പദം, അഭയം, പുണ്യം, യശ ആരുടെ കീർത്തി, മുരാരെ മുരാസുരന്റെ ശത്രുവിന്റെ, ഭവ അമ്പുതി സംസാര സമുദ്രം, വർഷപദം കാലിക്കുളമ്പിന്റെ പാട്, പരംപദം ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനം വൈകുണ്ഠം, പദം പദം ഓരോ ചുവടിലും, യത് എവിടെ, വിപദം ഭൗതിക വിപത്തുകളുടെ, ന ഇല്ല, തേഷാം അവർക്ക്. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ്ക്ക് ജയ്. പ്രത്യക്ഷ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമായിരിക്കുന്നവരും മുര എന്ന അസുരനെ വധിച്ചത് കാരണം മുരാരി എന്നും പുകഴ്പെട്ടവനുമായ ഭഗവാന്റെ പാദപല്ലവങ്ങളാകുന്ന തോണിയെ അഭയം പ്രാപിച്ചവർക്ക് ഈ ഭൗതിക ലോകമെന്ന മഹാസാഗരം കാലിക്കുടമ്പു ചാലിലെ വെള്ളം പോലെയാണ്. അവരുടെ ലക്ഷ്യം യാതൊരു ഭൗതിക വ്യതകളും ഇല്ലാത്ത പരമപദമായ വൈകുണ്ഠമാണ്, അല്ലാതെ ഓരോ ചുവടിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ലോകമല്ല. ഭാവാർത്ഥം ശ്രീ അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭഗവത്ഗീത യഥാരൂപം 2-ാം അധ്യായത്തിലെ 51-ാം ശ്ലോകത്തിന് ശ്രീല പ്രഭുപാദർ എഴുതിയ ഭാവാർത്ഥത്തിൽ നിന്നെടുത്തതാണ് ഈ വിവർത്തനം. ശ്രീമദ് ഭാഗവതത്തിന്റെ ഈ ഭാഗത്തു പകരുന്ന ജ്ഞാനത്തിന്റെ സംഗ്രഹമാണ് ഈ ശ്ലോകമെന്ന് ശ്രീധര സ്വാമി പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദപങ്കജങ്ങളെ ഇവിടെ പല്ലവം എന്ന് പൂമുട്ടെന്ന് വർണ്ണിച്ചിരിക്കുന്നു. കാരണം ഏറ്റവും മൃദുലതയും ഇളം ചുവപ്പ് ചവിയും അവയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ തൃപ്പാദങ്ങൾ ശുദ്ധഭക്തരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന കൽപ്പവൃക്ഷത്തിന് തുല്യമാണെന്നു കൂടി പല്ലവ എന്ന വാക്ക് സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് ശ്രീല സനാതന ഗോസ്വാമി പറയുന്നു. ഈ പ്രപഞ്ചത്തിലെ ബദ്ധാത്മാക്കൾക്ക് മഹാശ്രയമായ ശ്രീ നാരദനെ പോലുള്ള ശ്രേഷ്ഠ ഭക്തന്മാർ പോലും സ്വയം ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ അഭയം തേടുന്നു. അപ്പോൾ പിന്നെ വൃന്ദാവനത്തിലെ എല്ലാ ഗോപബാലന്മാരും എല്ലാ പശുക്കിടാങ്ങളുമായി ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് പണ്ടത്തെക്കാളും ആകർഷണം തോന്നി എന്നത് സ്വാഭാവികമാണ്. സർവസുഖങ്ങളുടെയും സംഭരണിയും സർവാകർഷകനുമാകയാൽ ഏവരുടെയും പ്രേമത്തിന്റെ പരമലക്ഷ്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 59. ഏതത്തെ സർവമാഖ്യാതം യത് പൃഷ്ടോഹമിഹ ത്വയാ തത് കൗമാരേ ഹരികൃതം പൗഗണ്ഡേ പരികീർത്തിതം. ഏതത്തെ സർവമാഖ്യാതം യത് പൃഷ്ടോഹമിഹ ത്വയാ തത് കൗമാരേ ഹരികൃതം പൗഗണ്ഡേ പരികീർത്തിതം.
एतत्ते सर्वमाख्यातं यत्पृष्टोऽहं ह्यवत्वया तत्कौमारे हरिकृतं पौगण्डे परिकीर्तितम्। हरे कृष्ण। इस्लामाजी। हरे कृष्ण गुरुजी। एतत्ते सर्वमाख्यातं यत्पृष्टोऽहमिह त्वया तत्कौमारे हरिकृतं पौगण्डे परिकीर्तितम्। പദാനുപദാർത്ഥം ഏതത് ഈ തേ അങ്ങേക്ക് സർവം മുഴുവൻ ആഖ്യാതം പറയപ്പെട്ടു യത് ഏതൊന്ന് പൃഷ്ട ചോദിക്കപ്പെട്ട അഹം ഞാൻ ഇഹ ഇവിടെ ത്വയ അങ്ങയാൽ തത് അത് കൗമാരെ കുട്ടിക്കാലത്തിന്റെ ആരംഭത്തിൽ 5 വയസ്സ് പൂർത്തിയാകും വരെയുള്ള കാലം ഹരികൃതം ഭഗവാൻ ഹരിയാൽ ചെയ്യപ്പെട്ട ഭൗഗണ്ഡെ ബാല്യത്തിന്റെ പിൽക്കാലത്ത് 6 വയസ്സ് മുതലുള്ള കാലം പരികീർത്തിതം കീർത്തിക്കപ്പെട്ടു. വിവർത്തനം ശ്രീ A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീലാപ്രഭാത് മഹാരാജ് കി ജയ് ഹോ. ഭഗവാൻ ഹരി 5-ാം വയസ്സിൽ ചെയ്ത കാര്യങ്ങൾ 6 വയസ്സ് വരെ കീർത്തിക്കപ്പെടാതിരുന്നത് എന്തുകൊണ്ടെന്ന് അങ്ങ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. ഏതത് സൂർദ്ഭിശ്ചരിതം മുരാരേർ അധാർദനം സ്വാദലജന്മനം ച ജേമനം ച വ്യക്തേതരൂപം അചോ അഭീഷ്ടവം ശൃണ്വൻ ഗൃണൻ ഏതി നരോ അഖിലാർത്ഥാൻ ഏതത് സുഹൃദ്ഭിശ്ചരിതം മുരാരേർ അധാർദനം ശ്വാധലജേമനം ച വ്യക്തേതരൂപം അചോ അഭീഷ്ടവം ശൃണ്വൻ ഗണേതി നരോ അഖിലാർത്ഥാൻ ഏതത് സുഹൃദ്ഭിശ്ചരിതം മുരാരേ അധാർദനം ശ്വാധ്വലജേമനം ച വ്യക്തേതരൂപം അചോർവഭീഷ്ടവം ശൃണ്വൻ ഗണേതി നരോ അഖിലാർത്ഥാൻ. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം ഏതത് ഈ സുഹൃദ്ഭിഹി ഗോപാല സുഹൃത്തുക്കളോട് കൂടി ചരിതം ലീലകൾ മുരാരേഹെ മുരാരിയുടെ അഖ അർദ്ദനം അഖാസുരനെ നശിപ്പിച്ചതില് ശാദ്വല കാട്ടിലെ പച്ചപ്പുല്ലിൽ ജേമനം ഭക്ഷണം കഴിക്കൽ ച വ്യക്ത ഇതര ജഡത്തിൽ നിന്ന് വേറിട്ടതായ രൂപം ഭഗവാന്റെ അതീന്ദ്രിയ രൂപം അജ ബ്രഹ്മദേവനാൽ ഒരു വിസ്താരമായ അഭിഷ്ടവം സ്തുതി അർപ്പിക്കൽ ശൃണ്വൻ കേൾക്കുന്ന ഗൃണൻ ജപിക്കുന്ന ഏതി പ്രാപിക്കുന്നു നരഹ ഏതൊരു മനുഷ്യനും അഖിലാർത്ഥാൻ എല്ലാ അഭീഷ്ടങ്ങളുടെയും. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഗോപബാലന്മാരാകുന്ന സഖാക്കളുമൊത്ത് ഭഗവാൻ മുരാരി ചെയ്ത ഈ ലീലകൾ അഖാസുരവധം കാട്ടിലെ പുൽപ്പരപ്പിൽ നിന്ന് നടത്തിയ ഭോജനം ഭഗവാന്റെ അതീന്ദ്രിയ രൂപങ്ങളുടെ പ്രദർശനം ബ്രഹ്മാവ് ചെയ്ത മഹത്തായ സ്തുതി എന്നിവ ശ്രവിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഏതൊരാളും തന്റെ എല്ലാ ആത്മീയ അഭിലാഷങ്ങളും തീർച്ചയായും നേടും. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീകൃഷ്ണ ലീലകൾ കേൾക്കാനോ കീർത്തിക്കാനോ താല്പര്യം കാണിച്ചാൽ മതി, അയാൾ ആത്മീയ പരിപൂർണത നേടുമെന്ന് ശ്രീല സനാതന ഗോസ്വാമി പറയുന്നു. കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിൽ തീവ്രമായി മുഴുകിയിരിക്കുന്ന അനേകം ഭക്തന്മാർക്ക് തൃപ്തി വരുവോളം ഭഗവത് കഥ കേൾക്കാനോ കീർത്തിക്കാനോ സാധിച്ചെന്ന് വരില്ല. അത്രത്തോളം തിരക്കിലായിരിക്കും അവർ. എന്നിരിക്കലും അതിനുള്ള തീവ്രമായ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രം അവർ ആത്മീയ പരിപൂർണത നേടും. എങ്കിലും കഴിയുന്നിടത്തോളം ഒരുവൻ ഭഗവാന്റെ ഈ അതീന്ദ്രിയ ലീലകൾ ലോകമെങ്ങും ധ്വനിപ്പിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 61. ഏവം വിഹാരൈഃ കൗമാരം ജഹദുർവജേ നിലായനേ സേതുവന്ദേർ മർക്കടോൽപവാനാദിഭിः. ഏവം വിഹാരൈ കൗമാരം ജഹദുർവജേ നിലായനേ സേതുവന്ദേർ മർക്കടോപ്ലവനാദിഭിः. ഏവം വിഹാരേ കൗമാരം ജഹദുർവജേ നിലായനേ സേതുബന്ധേ മർക്കടോപ്ലവാദിഭിः. ഹരേ കൃഷ്ണ. വത്സമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം ഏവം വിഹാരേ കൗമാരം ജഹദൂർ വ്രജേ നിലായനേ സേതുബന്ധേ മർക്കടോപ്ലവനാദിഭി.
പ്രധാന പദാർത്ഥം ഏവം ഇപ്രകാരം വിഹാരി ലീലകൾ കൊണ്ട് കൗമാരാവസ്ഥയുടെ കൗമാരം 5 വയസ്സുവരെയുള്ള കാലം ജഹദു കഴിച്ചുകൂട്ടി ബ്രജെ വൃന്ദാവനത്തിൽ നിലായനെ ഒളിച്ചുകളികൾ കൊണ്ടും സേതുബന്ധെ പാലങ്ങൾ കെട്ടിയും മർക്കട ഉത്പ്ലവന കുരങ്ങുകളെ പോലെ ചാടിയിട്ട് ആദിബി തുടങ്ങിയവ വീണ്ടും വിവർത്തനം. ഇങ്ങനെ ബാലന്മാർ ഒളിച്ചും കളിച്ചും പാലങ്ങൾ കെട്ടിയും കുരങ്ങുകളെ പോലെ ചാടിയും ഇതുപോലുള്ള മറ്റനവധി കളികളിൽ ഏർപ്പെട്ടും വൃന്ദാവനത്തിൽ അവരുടെ കുട്ടിക്കാലം കഴിച്ചുകൂട്ടി. ഭാവാർത്ഥം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശിലാപ്രഭാത് മഹാരാജ് കി ജയഹോ, ശിക്ഷണ കി ജയഹോ. നിലായനി എന്ന വാക്ക് ഒളിച്ചുകളിയോ കള്ളനും പോലീസും കളിയോ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ശ്രീല സനാതന ഗോസ്വാമി പറയുന്നു. ചിലപ്പോൾ കുട്ടികൾ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പടയിലെ വാനരന്മാരെ പോലെ ചാടിത്തുള്ളുകയും പിന്നീട് ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തിയതനുസരിച്ച് കുളങ്ങളിലോ തടാകങ്ങളിലോ കളിപ്പാലങ്ങൾ കെട്ടുകയും ചെയ്യും. ചിലപ്പോഴവർ പാലാഴി മദനലീല അനുകരിക്കും. പന്തെറിഞ്ഞു പിടിച്ചു കളിക്കുകയാവും ചിലപ്പോൾ ചെയ്യുന്നത്. ആത്മീയ ലോകത്തിൽ നമുക്ക് പൂർണ്ണമായ ആനന്ദം കണ്ടെത്താനാവും. ചെയ്യുന്നത് എന്തും ശുദ്ധമായ ഭഗവത് പ്രേമത്തിൽ കൃഷ്ണാബോധത്തോടെ ചെയ്യണമെന്ന് മാത്രം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ ബ്രഹ്മാവിന്റെ ഭഗവത് സ്തുതി എന്ന 14-ാം അധ്യായത്തിന് ദിവ്യ പൂജ്യശ്രീ ശ്രീമദ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭാതരെ എളിയ ശിഷ്യന്മാർ നൽകിയ ഭാഷ്യം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിപരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാം ചക്ഷുരുന്മേലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാമിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാഷഭാനവീ ദേവി ദൈത്യായ കൃപാഭയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജല പ്രേമാഢ്യാരൂപാനുഗാ ഭക്തിദാ ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണേ രൂപാനുഗാ വിരുദാപസിദ്ധാന്ത ദ്വാന്തഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജേ തേ. നമ ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗാവരായ തേ. ഗൗരാവിർഭൂമിസ്ഥം നിർദ്ദിഷ്ടാ സജ്ജനപ്രിയാ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപസനാതനാം ഭട്ടരഘുനാഥാം ശ്രീജീവ ഗോപാല ഭട്ടാം ദാസരഘുനാഥാം ഏഷായ ഗോഷായ കോരീചരൺ ബന്ധൻ ജഹാമോത്തെ വിഘ്നനാശ് അഭീഷ്ടപൂരൻ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാധന്യായ കൃഷ്ണപ്രേമപ്രദായ തേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരത്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. ജയതാം സേതോ പങ്കോ മമ മന്ദമദേ ഗതി മത്സർവസ്വദാംബോജോ രാധാമദനമോഹനോ. ദിവ്യാവൃന്ദാരണ്യ കൽപദ്രുമദാ ശ്രീമദ് രത്നാകരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാഭി സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭി വംശീ വടതലസ്ഥിതഃ കർഷൻ വേണുസ്വനേർഗോപി ഗോപിനാഥശ്രീയേതുനാം തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യശോ മുരാരേ ഭവാംബുധിർ വത്സപദം പദം 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 യദ്വിവിധാം ന തേഷാം. For those who have accepted the boat of the lotus feet of the Lord, who is a shelter of the cosmic manifestation and is famous as Murari, the enemy of Muradiman, the ocean of material world is like the water contained in a calf's hoofprint. Their goal is Parampadam, Vaikunta, the place where there are no material miseries, not the place where there is danger at every step. ഹരേ കൃഷ്ണ. അങ്ങനെ പരീക്ഷിത് മഹാരാജാവിന്റെ ചോദ്യത്തിന് വളരെ സുന്ദരമായിട്ട് ശുകദേവ് ഗോസ്വാമി മറുപടി പറയണം. ജീവാത്മാവിനെ സംബന്ധിച്ചോളം ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും ഏറ്റവും പരമ ആശ്രയവും അവൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആരാധനപാത്രവും കൃഷ്ണനല്ലാതെ മറ്റാരുമല്ല എന്ന് വ്യക്തമായിട്ട് ശുകദേവ് ഗോസ്വാമിയോട് സ്ഥാപിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൃഷ്ണനെ മാത്രം പരമലക്ഷ്യമായിട്ടും കൃഷ്ണനെ മാത്രം എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കും, കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടി വേണ്ടി മാത്രം നിൽക്കുന്ന ഭക്തന്മാരുടെ അവസ്ഥയാണ് അവിടെ പറയുന്നത്. അവരെയാണ് മഹത്പദം എന്ന് പറയുന്നത്. മഹത്പദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റ് ഡിവോട്ടീസ്, ഏറ്റവും ഭഗവാന്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ഭക്തന്മാര്, അവരെയാണ് മഹത്പദം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം കൃഷ്ണനെ ആശ്രയിക്കുകയാണ്. പദപല്ലവ പ്ലവം, പ്ലവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് എന്ന അർത്ഥമുണ്ട്. അപ്പോൾ കൃഷ്ണന്റെ ബോട്ടിനെ കാൽപാദങ്ങളെ ബോട്ടായിട്ട് ഒരു കണക്കാക്കുകയാണ്. ആ ബോട്ടിൽ കയറിയിരുന്ന ഈ ഭൗതികമായിട്ടുള്ള സംസാര സാഗരം കടക്കാൻ ഏറ്റവും എളുപ്പം അതിനുള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പം ആരാണ് കൃഷ്ണൻ? പുണ്യേശോ മുരാരെ, മുരാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുര എന്ന് പറയുന്ന അസുരന്റെ ശത്രു അല്ലെങ്കിൽ ആളെ വധിച്ച ആളാണ്. പുണ്യേശ, ആ ഭഗവാന്റെ യശസ്, ആ ഭഗവാന്റെ എല്ലാവരെയും ആകർഷിക്കുന്ന ഏറ്റവും അതിമനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രൂപം, അദ്ദേഹത്തിൻ്റെ എല്ലാവരെയും ആകർഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ടൈംസ്, ലീലകൾ, ഇതെല്ലാം എപ്പോഴും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് മഹത്പദം. അപ്പോൾ അവർക്ക് വളരെ നന്നായിട്ട് അറിയാം കൃഷ്ണനെ തന്നെ ആശ്രയിച്ചാൽ മതി. സമ്യക് നമുക്ക് ഉപയോഗിക്കണം. സമ്യക് എന്ന് പറയുമ്പോൾ സമാശ്രിത, സമ്യക് ആശ്രിത, സമാശ്രിത. സമ്യക് ആശ്രിത പരിപൂർണമായിട്ട് ആശ്രയിക്കുക. കുറച്ച് കാലത്തേക്ക് ആശ്രയിക്കുക, അതിനുശേഷം വിട്ടുകൊടുക്കുക, പിന്നെ വേറെ എന്തെങ്കിലും കയറി പിടിക്കുക, അല്ലെങ്കിൽ സ്വന്തമായ രീതിയിൽ മുന്നോട്ട് പോവുക. തുടക്കം ഒന്ന് കിട്ടിയാൽ മതി, തുടക്കം ഒന്ന് ആശ്രയിക്കുക, അതിനുശേഷം ഒന്നും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഫിലോസഫി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഫിലോസഫിയിൽ സ്റ്റാർട്ടിങ് കിട്ടി കഴിഞ്ഞാൽ ഒരു ലെവലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം മഹത്പദ. അവരെ സമാശ്രിത, സമ്യക് ആശ്രിത, എപ്പോഴും പരിപൂർണമായിട്ടും ഭഗവാനെ മാത്രം ആശ്രയം, ഭഗവാനല്ലാതെ വേറെ കാര്യമില്ല എന്നവർ മനസ്സിലാക്കി വിടല്ല. എല്ലാത്തിലും ഭഗവാൻ തന്നെ നിൽക്കണം. ഭഗവാനല്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നതാണ് മായ എന്ന് മനസ്സിലാക്കിയ പരിപൂർണമായിട്ടുള്ള ജ്ഞാനം സിദ്ധിച്ച ആൾക്കാരാണ് അവര് മഹത്പദം എന്ന് പറയുന്നത് ഇപ്പോൾ വെറും ഒരു ഭഗവാനെ ഒരു എന്താ പറയുക വൈകാരികമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുന്നതല്ല അവര്.
ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. യസ്മി വിജ്ഞാതി സർവമേവം വിജ്ഞാനം മതി എന്ന് പറയും. ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം മനസ്സിലായി അറിയുന്ന ആൾക്കാരാണ്. ഭഗവാനെ എത്രത്തോളം പരിപൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു ജീവാത്മാവിന്, അത്രത്തോളം പരിപൂർണമായിട്ട് ഭഗവാനെ മനസ്സിലാക്കിയ ആൾക്കാരാണ് മഹത്പദം. അപ്പോൾ ഈ ഇതിൽ കയറിയിട്ട് കൃഷ്ണന്റെ വഞ്ചിയാകുന്ന നൗകമാകുന്ന ഈ ലോട്ടസ് ഫീറ്റ്, അതിൻ്റെ പാദം, അതിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ സംസാര സാഗരം എന്നുള്ളത് ഒരു പശുക്കുട്ടിയുടെ കുളമ്പിൽ കിടക്കുന്ന വെള്ളം പോലെയുള്ളൂ. അത്രത്തോളം വളരെ എളുപ്പമാണ് ഈ സംസാര സാഗരം തരണം ചെയ്യാൻ. പലപ്പോഴും ഈ ശ്ലോകം എന്നുള്ളത് ശീലപ്രഭുപാദ പലയിടത്തും കൂട്ടിയിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, നമുക്കറിയാം 2-ാം അധ്യായത്തിൽ 51-ാം ശ്ലോകത്തിന്റെ പർപ്പട്ടില് ഈ ശ്ലോകം അത് കൊടുക്കുന്നുണ്ട്. ഗോംബുത് വത്സപദം പരംപദം. അത് കയറിക്കഴിഞ്ഞാൽ ആ ഭഗവാന്റെ കാൽപാദം പരംപദം. എവിടേക്കാണ് പോകാൻ അവർ ഉദ്ദേശിക്കുന്നത്? പരംപദം, ഏറ്റവും ഉന്നതമായിട്ടുള്ള വൈകുണ്ഠം. വൈകുണ്ഠത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വൃന്ദാവനം, ഗോലോക വൃന്ദാവനം. അവിടെയാണ് അവർക്ക് വേറെ എവിടെ ലക്ഷ്യമില്ല. ഭഗവാൻ മാത്രം ലക്ഷ്യം. ഭഗവാന്റെ സാമ്രാജ്യമായിരിക്കുന്ന ഗോലോക വൃന്ദാവനം, ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ. അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്ന പദം പദം ഈ വിപദാംനദേശം. ഇവിടെയാണെങ്കിലോ വിപദാം പദം പദം, ഓരോ കാൽവയ്പിലും ഓരോ കാൽച്ചൂട്ടിലും ഓരോ കാൽവയ്പിലും അപകടം മാത്രമേ ഉള്ളൂ ഇവിടെ. അതെന്ന് വെച്ചാൽ ഇവർക്ക് ഭൗതികമായിട്ട് ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരെ ഭഗവാന്റെ കാൽപാദങ്ങളുണ്ട്, ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്, ഭഗവാനെ പരിപൂർണ്ണം ആശ്രയിച്ചുകൊണ്ട്, ഭഗവാനെ കീർത്തിച്ചുകൊണ്ടും ഭഗവാന്റെ ആ പുണ്യാശിസുകളെല്ലാം കേൾക്കുന്നുണ്ടോ? അല്ലല്ല, ൂട്ടാണ് പറയില്ലേ. ഹരേ കൃഷ്ണ. ഹലോ, കേൾക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രഭു. റൈറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ കാൽപാദം പിടിച്ചുകൊണ്ട് ഇവിടെ യാതൊരു ബന്ധം സ്ഥാപിക്കാതെ ഇവിടെ ഇരുന്നാൽ പോലും നമ്മൾ ജീവൻ മുക്തം പറയും. അഥവാ നമ്മുടെ ഭൗതികത്തിൽ ഇരുന്നാൽ തന്നെ ഭൗതികമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഭഗവാനുമായിട്ട് മാത്രം ബന്ധം സ്ഥാപിക്കുന്ന ആൾക്കാര്. അതാണ് മഹത്പദത്തിന്റെ ലക്ഷ്യം. അത് പറഞ്ഞ ശേഷം ഇത് ആഖ്യാനം പറയാണ്. ഏതത്തെ സർവമാഖ്യാതം യത് പൃഷ്ടോഹം അഹമിഹ ത്വയാം തത് കൗമാരേ ഹരികൃതം പൗഗണ്ഡേ പരികീർത്തിതം. Since you are inquired from me, I fully describe to you those activities of Lord Hari performed in his 5th year but not celebrated until the 6th. അവിടെ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ആഖ്യാനം എന്നുള്ള ബ്രഹ്മാഖ്യാനം എന്ന എന്തുകൊണ്ടാണ്? അഗാസുവിനെ വധിച്ചിട്ട് പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് ബാലന്മാര് ഗോപന്മാര് ഇതിനെക്കുറിച്ച് വർണ്ണിക്കണം. അപ്പൊ അതൊന്ന് ആ 1 വർഷത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പക്ഷെ സ്വാഭാവികമായി ചോദിച്ചതിന് ഉത്തരമായിട്ടാണ് പിന്നീട് സംഭവിച്ചത്. എന്താണ്? അതേ ദിവസം തന്നെ ബ്രഹ്മാവ് വരുന്നു, ബ്രഹ്മാവ് മടക്കുന്നു. 1 വർഷം കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് തിരിച്ചു വരുന്നു. അപ്പൊ അതിൻ്റെ കൃഷ്ണൻ സ്വയം വിശ്രാമം ചെയ്തുകൊണ്ട് പശുക്കുട്ടികളായിട്ടും ഭഗവാന്മാരായിട്ടും വിസ്തരിച്ചുകൊണ്ട് അവരുടേതായ ഗൃഹങ്ങളിലേക്ക് വസിക്കുന്നു. അങ്ങനെ കൃഷ്ണൻ പാസ്റ്റ് ടൈം സെയിൻ ചെയ്യുന്നു. ഇവരുമായിട്ട് ദിവസം ഉച്ചഭക്ഷണം കഴിക്കുന്നു, വനങ്ങളിൽ വിഹരിച്ച് നടക്കുന്നു. പിന്നെ അതിനുശേഷം ബ്രഹ്മാവ് വരുമ്പോൾ ബ്രഹ്മാവിനെ പറഞ്ഞ മൂർത്തികളെല്ലാം കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ബ്രഹ്മാവിന്റെ ആ സ്തുതി ഇതെല്ലാം ഇവിടെ പറയാണ്. അടുത്ത ശ്ലോകത്ത് ഏതത് സുഹൃദ്ഭിശ്ചരിതം മുരാർ അഘാർദാനം ശ്വാദല ജയമനം ചാം വ്യക്തരേരൂപം അജോർ അഭീഷ്ടവം ശുമൻ ഗൃണം ഏതി നരോ അഖിലാർത്താൻ. അഖിലാർത്താൻ ചെഞ്ഞൻ ഏറ്റവും വലിയ ഓൾ ഡിസൈറബിൾ, ഏറ്റവും ആഗ്രഹിക്കുന്ന ആരാണോ എന്താഗ്രഹിക്കുന്നു അതെല്ലാം നേടിയെടുക്കാൻ പറ്റും. എപ്പോ? ഷുൺമൺ ഗൃണൻ, ഈ ഭഗവാന്റെ അതീവമായിട്ടുള്ള
അതീന്ദ്രിയമായിട്ടുള്ള ഈ പാസ്റ്റ് ടൈംസ് ഇതാരാണോ കേൾക്കുന്നത്, ആരാണോ ചൊല്ലുന്നത്, അവർക്ക് അവരുടെ എല്ലാ അഭീഷ്ടങ്ങളും, ഇത് ബലശ്രുതിയാണ് മനസ്സിലാക്കാം, ഈ ബ്രഹ്മശ്രുതിയുടെ ബലശ്രുതിയാണ് ഇവിടെ പറയുന്നത്, അത് എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും, ആത്മീയമായിട്ടുള്ള അഭീഷ്ടങ്ങളെല്ലാം സാധിക്കും. അപ്പോൾ ഇവിടുന്ന് ദാസുവിന്റെ പദത്തിന് ശേഷമാണ് ആ സീക്വൻസാണ് ബാക്കിയെല്ലാം ഇതായിട്ട് പോരുന്നത്. അപ്പൊ അവിടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഭഗവാൻ സുഹൃത്തുക്കളുമായിട്ട് അദ്ദേഹം എങ്ങനെ വിളയാടി. അതുപോലെ വിശ്വനാഥ ചക്രവർത്തി നമ്മൾ കണ്ട ശ്ലോകം 12-ാം അധ്യായത്തില്, ഈ 5-ാം ശ്ലോകത്തില് കുട്ടികളെ എങ്ങനെയാണ് ഉച്ചയ്ക്ക് കളിക്കുന്നത്. ഓരോരുത്തര് അവരുടെ ലഞ്ച് ബോക്സ് ബാഗ് കൊണ്ടുവരും. ഈ ബാഗ് ഒരു ദിക്കിൽ വെച്ചിട്ടുണ്ടാവും. പ്രസാദം കഴിക്കുന്ന സമയത്ത് ചില വികൃതി കുട്ടികൾ ആരുടെയെങ്കിലും ബാഗ് എടുത്ത് വലിച്ചെറിയും. അപ്പൊ ഇയാളെ അന്വേഷിച്ച് കുറെ കഴിയും മഹാതാവളം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് പോകുമ്പോൾ അവിടെ അടിക്കുന്ന ആ ബാഗിന് അടുത്തിരിക്കുന്ന കുട്ടി അതെടുത്ത് വീണ്ടും വലിച്ചെറിയും ഇവരേക്ക്. അങ്ങനെ ഇയാളിങ്ങനെ ഈ കുട്ടി ഇങ്ങനെ പിന്നാലെ നമ്മുടെ ഭാഗം കണ്ടു, പിന്നാലെ ഇതിന്റെ ബാഗ്, പിന്നെ പ്രസാദ പുതിയുടെ പിന്നാലെ ഓടി ലഞ്ച് ബോക്സിന് പിന്നാലെ ഓടി അവസാനം കരച്ചിൽ വന്ന് കരയുമ്പോൾ ഇവരെല്ലാം കൂടി ചിരിക്കും, എന്നിട്ട് ബാഗ് തിരിച്ചു കൊടുക്കും. അങ്ങനെ പല കളികളും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ആലോചിക്കുകയാണ്. ഇങ്ങനത്തെ ഇതിനെപ്പറ്റി കൃഷ്ണൻ ചെയ്ത ആ കളികള് അതേപ്പറ്റി സ്മരണം ചെയ്യുക. അപ്പൊ കൃഷ്ണൻ ആരാണ്? വ്യക്തരേത രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതീന്ദ്രിയമായിട്ടുള്ള ശരീരമാണ്. ടെക്നിക്ക് നമുക്ക് മനസ്സിലായി. ഈ പറഞ്ഞ ശ്ലോകത്തില് ബ്രഹ്മാസ്ത്രത്തില് പലയിടത്തും കൃഷ്ണൻ രൂപത്തിനെ പറ്റി ഗംഭീരാണ് വർണ്ണിക്കുമ്പോഴെല്ലാം അത് അതീന്ദ്രിയമാണ്, അത് സാധാരണ രൂപമല്ല, ഭൗതികമായ രൂപമല്ല, അത് തികച്ചും അതീന്ദ്രിയമാണ്. അല്ലാതെ അതീന്ദ്രിയമല്ലാത്ത രൂപത്തിനല്ല നമുക്ക് എന്താ അട്രാക്ഷൻ ഉള്ളത്? എന്തൊരു ഇത്രയും അട്രാക്ഷൻ ആക്കാൻ തോന്നുന്നു? കാരണം അത് അതീന്ദ്രിയമായതുകൊണ്ട്. അതും ആർക്ക് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ആത്മാക്കൾക്ക് ഭൗതികമായിട്ടുള്ള യാതൊരു ആഗ്രഹമില്ലാത്ത, ഒട്ടുപോലും ആഗ്രഹമില്ലാത്ത ഈ മഹത് ആത്മാക്കൾക്ക് ഭഗവാന്റെ രൂപത്തിലൂടെ എന്തുകൊണ്ട് ആകർഷണം ഉണ്ടാവണം? കാരണം അത് തികച്ചും ഭൗതികമല്ലാത്തതുകൊണ്ട്. കാരണം ഭൗതികത്തെ മുഴുവൻ തള്ളിക്കൊണ്ട്, ഭൗതികത്തെ മുഴുവൻ നിരസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവരാണ്. ആത്മരാമസ്റ്റുമനയോ വൃദ്ധന്റെ അഭിവൃക്രമേ കുറുവന്റെ അഹൈത്വീയും ഭക്തി ഇത്തം ഭൂതഗുണോ ഹരി. ആത്മരാമന്മാർക്ക് ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളും ഇല്ല, അവർക്ക് പാസ്റ്റ് ടൈംസ് ഇതുമില്ല. അങ്ങനെയുള്ള ആത്മരാമന്മാർക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഭഗവാന്റെ അട്രാക്ഷനും ഇത്തം ഭൂതഗുണോ ഹരി. കാണുന്ന അത്രയും ക്വാളിറ്റീസുകളാണ്. അപ്പൊ അത്രയും ക്വാളിറ്റീസാണ് ഭൗതികമായ ഗുണങ്ങളാണോ? ആത്മരാമന്മാർക്ക് ഭൗതികമായ ഗുണങ്ങളുടെ അട്രാക്ഷൻ ആവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഭഗവാന്റെ ഗുണമായാലും ശരി, ഭഗവാന്റെ രൂപമായാലും ശരി, ഭഗവാന്റെ എന്ത് പാസ്റ്റ് ടൈംസ് ആയാലും ശരി, എല്ലാം അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. ഇതാണ് ഇവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് ഒന്നും അറിയില്ല. അത് ശരിയാണോ ഇത് ശരിയാണോ? ഏതാണ്ട് ഏതൊരു ഏകദേശം വെച്ച് നമ്മൾ കൃഷ്ണനെ പിന്നാലെ പോകും, അതിന് പിന്നാലെ പോകും, മറ്റൊരു പിന്നാലെ. അപ്പം മറ്റുള്ള പലതും പറയും, അതും നമ്മൾ കേൾക്കും. പക്ഷെ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന ഭക്തന്മാരെല്ലാം സാധാരണ ഭക്തന്മാരല്ല. അവർ അതീന്ദ്രിയ തലത്തിലുള്ള ഭക്തന്മാരാണ്. ആ അതീന്ദ്രിയ തലത്തിലുള്ള ഭക്തന്മാർക്ക് ഏക ആശയമായിരിക്കുന്ന, എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കൃഷ്ണനാണ്. അതുകൊണ്ട് വ്യക്തരേത സൂപ്പർ മുണ്ടേൻ ആൻഡ് ട്രാൻസെൻഡന്റൽ ശൈലം. പിന്നെ അജോ അഭിഷ്ടവം എന്ന് പറയുന്നുണ്ട്. അത് വിശ്വാസക്കാർ അജ എന്ന് പറയുന്ന ബ്രഹ്മാവിനെ പറ്റി പറയാം. അജ എന്ന് പറയുന്നത് അജ പുരോജന്യൻ വിസ്തരിച്ചിട്ട് അജോറു അഭീഷ്ടവം, അഭീഷ്ട സ്തുതി. അതായത് ഇപ്പൊ നമ്മൾ കണ്ട അതിവിശാലമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ആ ബ്രഹ്മസ്തുതി അത് കേൾക്കും, അത് മനസ്സിലാക്കി ഭഗവാന്റെ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ പാസ്റ്റ് ടൈംസ്, കുട്ടികളുമായിട്ട് നേരത്തെ കളഞ്ഞ ആ പാസ്റ്റ് ടൈംസ്, അങ്ങനെ പലതെല്ലാം അത് ആലോചിച്ച്, അതിനെപ്പറ്റി പറഞ്ഞ്, അതിനെപ്പറ്റി കേട്ട്, ഇങ്ങനെ അതിനെപ്പറ്റി മാത്രം മനനം ചെയ്തിരിക്കുന്ന ഭക്തന്മാർക്ക് അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ലക്ഷ്യസ്ഥാനം അവർ പ്രാപിക്കാൻ സ്ഥാനം അവരെത്തിച്ചേരുന്നവിടാണ്. അവരെത്തിച്ചേരുന്നത് അവിടെ തന്നെയായിരിക്കും, വേറെ എവിടെയായിരിക്കും.
ഇതാണ് അതിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ബ്രഹ്മസ്തുതിയുടെ ഏറ്റവും ഗംഭീരമായിട്ട് സ്തുതിയായിട്ട് കണക്കാക്കാൻ നമുക്ക് ബ്രഹ്മസ്തുതി. അത് അങ്ങേറ്റം ഏറ്റവും കൃഷ്ണനെ കുറിച്ചുള്ള എല്ലാ ഫിലോസഫി ഉണ്ട്. കൃഷ്ണമായിട്ടുള്ള ഗോപിമാരും ഗോപന്മാരും അവർക്ക് ചെയ്യുന്ന അവർക്ക് കൃഷ്ണനോടുള്ള ആ ഭാവങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, അത് അതിൻ്റെ അത്യുന്നത തലത്തില് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുമാരുടെ ഗോപന്മാരുടെ കളിക്കല്, അഘാസുരവധം, ബ്രഹ്മസ്തുതി, ഇതെല്ലാം എപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് തീർച്ചയായിട്ടും ഭഗവദ്ധാമിലേക്ക് തന്നെ എത്തിച്ചേരാം. ഏവം വിഹാരേ കൗമാരേ കൗമാരം ജാതുർവജേ നിലായേനേ സേതുബന്ധേ മർക്കടോ പ്ലവപാൻ ആദിവി. In this way, the boys spent their childhood in the land of Vrindavana, playing hide and go seek, building play bridges, jumping over monkeys, and engaging in many other such games. ഇങ്ങനെയാണ് ഈ ബാലന്മാര്, ഗോപാലബാലന്മാര് അവരെ പൗഖണ്ഡാവസ്ഥ, ബാല്യകാലം, കൗമാരം എങ്ങനെയാണ് അവരെ ചെലവഴിച്ചത്, എങ്ങനെയാണ് ഇത്ര എൻജോയബിൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ പരീക്ഷ മഹാരാജൻ ചോദ്യം ചെയ്യുന്നു, ബ്രഹ്മൻ കാലാന്തരകൃതം തത് കാലിനം കഥം ഭവേത്. കാലാന്തരകൃതം തത് കാലിനം കഥം ഭവേത്. പണ്ട് ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യമായിട്ട് പറയാൻ പറ്റുക. അതാണ് 1 വർഷം മുമ്പ് വധിച്ച കാര്യം, അഗാസിനെ വധിച്ചിട്ടോ ഇപ്പോഴാണോ പറയണ്ടേ. ഇതാണ് ഇതിന്റെ ബേസിസ്. അപ്പോ ഇതിനു വേണ്ടിയാണ് ഈ മറുപടി പറഞ്ഞത്. അപ്പോൾ കൗമാര ഏജിലാണ്, 5 വയസ്സുള്ളപ്പോഴാണ് കൃഷ്ണൻ അഗാസുവിനെ വധിക്കണം. 1 വർഷം എന്ന് പറയുമ്പോൾ 6 വയസ്സ്. അപ്പൊ കൗമാരം കഴിഞ്ഞു നോക്കാം. 5 വയസ്സിൽ കൗമാരുള്ളൂ. ആ കൗമാരം കഴിഞ്ഞ് പൗഖണ്ഡ 6 മുതൽ 8 വരെയുള്ള പ്രായം പൗഖണ്ഡ പ്രായം. അപ്പോ പരീക്ഷമാരൻ ചോദിച്ചതാണ്, കൗമാരത്തിൽ ചെയ്ത ബാലലീലകള് എന്തുകൊണ്ട് പൗഖണ്ഡാവസ്ഥയിലാണ് വർണ്ണിക്കുന്നത്? ഒരേ ആ ഏജില് ചെയ്ത കാര്യങ്ങള് അപ്പുറത്തല്ലേ വർണ്ണിക്കേണ്ടത്. അപ്പൊ അതിന്റെ കാരണം ആണ് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് അവരെങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെലവാക്കി? വ്രതത്തിൽ മുഴുവൻ കടങ്ങി നടന്ന് എന്തൊക്കെ ചെയ്തു? നീലായനെ ഒളിച്ചു കളിക്കുക, ഒളികളി കുട്ടിക്കാലത്ത് നമ്മൾ ഒളിച്ചു കളിക്കാറുണ്ട്. പിന്നെ കള്ളനും പോലീസും കളിക്കുക, അതിന് കുറച്ച് കാര്യങ്ങൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സേതുബന്ധനം, പിന്നെ പാൽക്കടൽ അത് ചെയ്യുന്നത്, പാലാഴി മഥനം, ഇതെല്ലാം കൃഷ്ണന്റെ വേറെ അവതാരങ്ങൾ ചെയ്തതാണ്. സേതുബന്ധനം എന്നുള്ളത് നമുക്കറിയാം ശ്രീരാമചന്ദ്രന്റെയാണ്. പാലാഴി മഥനം എന്നുള്ളത് ഹരി ഭഗവാന്റെയാണ്. വരാഹമൂർത്തിയായിട്ട് കൂർമ്മ ഭഗവാന്റെ ബന്ധപ്പെട്ടുള്ളതാണത്. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ തന്നെ ഇതാണ്. അത് ഭഗവാൻ തന്നെ വീണ്ടും കളിച്ചു കാണിച്ചു കൊടുക്കുകയാണ് നമുക്ക്. എന്ന് വെച്ചാൽ അന്നും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഭഗവാന്റെ ജീവിതത്തെ പറ്റി എല്ലാവർക്കും ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ ധാരണ ഭഗവാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബാക്കി ഫ്രണ്ട്സുമായിട്ട്, പ്രത്യേകിച്ചും ബലരാമനുമായിട്ട്. അങ്ങനെ അവരെ കൗമാരഭാവം മുഴുവൻ കഴിഞ്ഞു. ഇനി അവര് പൗഖണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പ്രവേശിക്കുമ്പോൾ അടുത്ത അധ്യായം മുതൽ അതിനെക്കുറിച്ചുള്ള പഠനം ഉണ്ടാവും. ഇത് പറഞ്ഞ് വിശ്വനാഥ ചക്രവർത്തി ഈ സാരാർത്ഥം സമാപിക്കണം. ഇത് ഈ സാരാർത്ഥദർശനീയം ഹർഷണീയം ഭക്തചേതസം ചതുർദശോ യം ദശമേ സംഗത സദം. ഇത് ഈ സാരാർത്ഥ ദർശനം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇതിന് സാരാർത്ഥ ദർശനം എന്ന് പറയും. അതിന് ഹർഷണീയം ഭക്തചേതസം, ഭക്തന്മാർക്ക് ഹൃദയത്തിൽ സന്തോഷം ചെയ്യിപ്പിക്കാൻ വേണ്ട, ഹർഷം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ചതുർദശോ അയം ദശമേ, ദശമത്തിന്റെ ദശമസ്കന്ധത്തിന്റെ ഈ ചതുർദശ ഇത് ഞാൻ വേണ്ടി മാത്രം ഭക്തന്മാരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചക്രവർത്തി ഇത് സമാപിപ്പിക്കുകയാണ്. അടുത്ത അധ്യായം മുതൽ ഭഗവാന്റെ പൗഖണ്ഡ ലീലകൾ വരെ. ഹരേ കൃഷ്ണ.
हरे जय हो। नाना पावनेभ्यो वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव वृंद की जय। श्रीला प्रभुपाद की जय। हरे कृष्ण। हरे कृष्ण।